ഹലോ ഗൈസ്, ഞാൻ എക്സ്പ്ലോഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിലെ ടോപ്പ് 15 മോസ്റ്റ് വാണ്ടഡ് ഡെവിൾ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതൊരിക്കലും ഒരു പവർ ബേസ്ഡ് ആയിട്ടുള്ള റാങ്കിങ് ആയിരിക്കില്ല. അതായത് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് ഒരിക്കലും ഒരു പവർ ബേസ്ഡ് ആയിട്ടുള്ള റാങ്കിങ് ആയിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വൺ പീസിൻ്റെ മലയാളം മാഗ എക്സ്പ്ലനേഷൻ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ 30K സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആനിമേ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനലൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്പർ 15 ആണ് സുക്കി നോമി അഥവാ ക്ലിയർ ഫ്രൂട്ട്. നമ്മുടെ വൺ പീസ് ആനിമയിലെ ഒരു പാരമീഷ്യ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ് സുക്കി നോമി എന്ന് പറയുന്നത്. നമ്മുടെ വൺ പീസിലെ 2 ക്യാരക്ടേഴ്സാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് യൂസ് ചെയ്ത ക്യാരക്ടറാണ് എപ്സലം. നമ്മുടെ ത്രില്ലർ ബാർക്കിൽ കണ്ട ആ ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ ബ്ലാക്ക് ബീഡ് പാരറ്റ്സ് അവനെ കൊന്നതിന് ശേഷം അവൻ്റെ ഡെവിൾ ഫ്രൂട്ട് അദ്ദേഹത്തിൻ്റെ ക്രൂമേറ്റ്സായ ശ്രീ ഓഫ് ദ റെയിൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് കൊടുക്കാനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ ചെയ്യാമെന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ ഒരു ക്യാരക്ടറാണ് പിന്നീട് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തത്. ഈ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഹച്ചിനോസിൽ വെച്ചിട്ട് നമ്മുടെ ഗാർപ്പിനെ അതായത് അദ്ദേഹത്തിൻ്റെ സോഡ് കൊണ്ട് കുത്തിയത്. ഇനി നമുക്ക് ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ബോഡി അവന് ഫുള്ളി ഇൻവിസിബിൾ ആക്കാൻ കഴിയുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് അവൈക്കൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ തൊടുന്ന ഏതൊരു വസ്തു ആയിക്കോട്ടെ ആ ഒരു സാധനം അവന് ഇൻവിസിബിൾ ആക്കാൻ കഴിയുന്ന ഒരു എബിലിറ്റിയും ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നുണ്ട്. ഇനി നമുക്ക് നമ്പർ 14 നോക്കാം. മെരാ നോമി അഥവാ ഫ്ലെയിം ഫ്രൂട്ട് എന്നാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടും നമ്മുടെ വൺ പീസിൽ 2 പേരാണ് കഴിച്ചിട്ടുള്ളത്. ആദ്യം യൂസ് ചെയ്ത ക്യാരക്ടറാണ് പോഡ്കാസ്റ്റ് എയ്സ്. അതായത് നമ്മുടെ വൺ പീസ് എന്ന ട്രഷർ കണ്ടെത്തിയ കിങ് ഓഫ് ദ പൈരറ്റ് എന്ന് വിളിക്കുന്ന ഗോൾഡി റോജറിൻ്റെ മകനാണ് എയ്സ്. അതുപോലെ തന്നെ ഈ എയ്സിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദറായ സാബോ ആണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് എത്രമാത്രം ഡേഞ്ചറസ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിനായിട്ട് നമ്മുടെ ഡ്രസ്റോസയിൽ വെച്ചിട്ട് കുറേ ക്യാരക്ടേഴ്സ് വന്നിട്ട് ആ ഒരു ടൂർണമെൻറ്റിന് പങ്കെടുക്കുകയും ലാസ്റ്റ് നമ്മുടെ സാബ വിജയിച്ച ആ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് ഏത് ടൈപ്പാണ്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു എബിലിറ്റി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് ലോഗിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ് മെരാ നോമി. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ബോഡി അവന് ഫുള്ളി ഫയറായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതായത് അവൻ്റെ ബോഡി അവന് ഫുള്ളി തീയാക്കി മാറ്റാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നത്. നമ്പർ 13 ആണ് മാനേ നോമി അല്ലെങ്കിൽ ക്ലോൺ ഫ്രൂട്ട്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത് ബോൺക്ലാ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസും അതുപോലെ തന്നെ ഏത് ടൈപ്പാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പാരമേഷ്യ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ് മാനേ നോമി. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ വലത്തെ കൈ കൊണ്ട് ഒരു ക്യാരക്ടറിനെ തൊട്ടാൽ ആ ഒരു ക്യാരക്ടറിനെ പോലെ ക്ലോണായി മാറാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ലൂഫിയെ തൊടുകയാണെങ്കിൽ നമ്മുടെ ലൂഫിയുടെ ബോഡിയായി ആ ഒരു ക്യാരക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലൂഫിയുടെ മെമ്മറീസ് അടക്കം ഈ ഒരു ക്യാരക്ടറിന് കിട്ടുന്നതാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിന് നമ്മുടെ ലൂഫിയുടെ ഫൈറ്റിംഗ് സ്കിൽസ് ഒന്നും കിട്ടത്തില്ല. അതായത് നമ്മുടെ ലൂഫി എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലൂഫിയുടെ ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് ഒന്നും ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറിന് കിട്ടത്തില്ല. അതാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്പർ 12 ആണ് കിരാ നോമി അല്ലെങ്കിൽ ട്വിങ്കിൾ ഫ്രൂട്ട്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് എത്രമാത്രം സ്ട്രോങ്ങസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഡയമണ്ട് എത്രമാത്രം സ്ട്രോങ്ങസ്റ്റ് ആണോ അത്രമാത്രം സ്ട്രോങ്ങസ്റ്റ് ആണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത് നമ്മുടെ വൺ പീസിലെ ഡയമണ്ട് ജോസുമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് പാരമേഷ്യ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതായത് നമ്മുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ബോഡി അവന് ഫുള്ളി ഡയമണ്ട് ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ സോഡ് കൊണ്ടുള്ള അറ്റാക്കോ അതുപോലെ തന്നെ ഗൺ കൊണ്ടുള്ള അറ്റാക്കോ ഒന്നും ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറിനെതിരെ ഫലിക്കത്തില്ല. എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ മിഹോക്ക് മറൈൻ ഫോർഡ് ആർക്കിൽ നമ്മുടെ വൈറ്റ് ബിയർഡിന് എതിർത്തൊരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ സോഡ് കൊണ്ട് നമ്മുടെ വൈറ്റ് ബിയർഡിനോട് എതിർത്തൊരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ആ ഒരു അറ്റാക്ക് തടഞ്ഞിരുന്നത് നമ്മുടെ ജോസു ആണ്. അത്രമാത്രം സ്ട്രോങ്ങസ്റ്റ് ആണ് ഈ ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്ത ഡെവിൾ ഫ്രൂട്ടും. ഇനി നമുക്ക് നമ്പർ 11 നോക്കാം. ടോറി നോമി മോഡൽ ഫിനിക്സ് അല്ലെങ്കിൽ ബേർഡ് ഫ്രൂട്ട് മോഡൽ ഫിനിക്സ്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത് നമ്മുടെ വൈറ്റ് ബിയർഡിൻ്റെ ഫോർമർ ഫസ്റ്റ് ഡിവിഷൻ കമാൻഡറായ മാർക്കോ ആണ്. ടോറി നോമി മോഡൽ ഫിനിക്സ് എന്ന് പറയുന്നത് ഒരു മിത്തിക്കൽ സോൺ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ബോഡി അവനൊരു ഫിനിക്സ് ഹ്യൂമൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഫിനിക്സ് ആയിട്ടോ മാറ്റാൻ പറ്റും. ഈ ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്ത ക്യാരക്ടറിനെ ഒരു ബ്ലൂ ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയും എവിടെയാണോ മുറിവുണ്ടായത് അവിടെയൊക്കെ റീജനറേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു എബിലിറ്റിയും ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നുണ്ട്.
നമ്പർ 10 ആണ് ഹിയനോമി അല്ലെങ്കിൽ ഐസ് ഫ്രൂട്ട്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പൈരറ്റ്സിലുള്ള കൂസാനാണ് അല്ലെങ്കിൽ ഔക്കിജി. ഈ ഒരു ക്യാരക്ടറാണ് നമ്മൾ ഈ ഒരു ഹിയനോമി എന്ന് പറയുന്ന ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് ഏത് ടൈപ്പാണ്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് ഒരു ലോഗിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ ബോഡി, അതായത് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ബോഡി അവന് ഫുള്ളി ഐസാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ തൻ്റെ എനിമീനടക്കം ഐസാക്കി മാറ്റാൻ പറ്റുന്ന ഒരു എബിലിറ്റിയും ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നുണ്ട്. എന്തിനധികം പറയണം, നമ്മുടെ വൺ പീസിലെ എൻറ്റയർ സീ അടക്കം ഇവനെ ഐസാക്കി മാറ്റാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നത്. ഇനി ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് നോക്കിയാൽ ഫയർ ആണ്. എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ അക്കയിലൂടെ ഡെവിൾ ഫ്രൂട്ട് പവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്പർ 9 എന്താണെന്ന് നോക്കാം. നമ്പർ 9 ആണ് പിക്കാനോമി അഥവാ ഗ്ലിൻ ഫ്രൂട്ട്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത് നമ്മുടെ വൺ പീസിലെ അഡ്മിറൽ ആയിട്ടുള്ള കിസാറോ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് ഒരു ലോഗിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ്. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ബോഡി അവൻ്റെ ഫുള്ളി ലൈറ്റ് ആക്കി മാറ്റാൻ കഴിയുകയും അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടറിന് ലൈറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു എബിലിറ്റിയും ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നുണ്ട്. ഇനി എനിമീസിനെതിരെ നമ്മുടെ ലാസർ ബീം അതുപോലെ തന്നെ ലാസർ സോഡൊക്കെ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എബിലിറ്റിയും ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 8 ആണ് മാഗുനോമി അഥവാ മാഗ്മ ഫ്രൂട്ട്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വൺ പീസിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള അഡ്മിറൽസിൽ ഒരാളായ അക്കേനു എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടറാണ് നമ്മുടെ എയ്സിനെ മറൈൻ ഫോർഡിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഡെവിൾ ഫ്രൂട്ട് പവർ യൂസ് ചെയ്ത് കൊന്നു കളഞ്ഞത്. ആ ഒരു നിമിഷം നമ്മുടെ വൺ പീസ് ഫാൻസിന് വളരെയധികം സങ്കടകരമായൊരു നിമിഷമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് ഒരു ലോഗിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ്. അതുപോലെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മാഗ്മ ക്രിയേഷൻ ആൻഡ് കൺട്രോളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ബോഡി ഫുള്ളായാൽ അദ്ദേഹത്തിന് മാഗ്മ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയും അതുപോലെ തന്നെ മിഡ് റേഞ്ചിലുള്ള എനിമീസിനെയും അതുപോലെ തന്നെ ലോങ് റേഞ്ചിലുള്ള എനിമീസിനെയും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നത്. നമ്പർ 7 ആണ് നിക്യുനോമി അഥവാ പൗ ഫ്രൂട്ട്. നമ്മുടെ വൺ പീസ് ആനിമയിൽ ഒരു പാരമേഷ്യ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ് നിക്യുനോമി. അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത് ബർത്തലോമിയോ കൂമ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ പവർ ഇരിക്കുന്നതും നമ്മുടെ കൂമയുടെ കൈകളിലാണ്. അതായത് നമ്മുടെ കൂമ ആരെ തൊട്ടാലും ആ ഒരു ക്യാരക്ടർ എവിടെ എത്തണം എന്നുള്ള കാര്യം നമ്മുടെ കൂമയാണ് തീരുമാനിക്കുന്നത്. എക്സാമ്പിളായിട്ട് നമ്മുടെ ലൂഫിയെയും അതുപോലെ തന്നെ സ്ട്രോ ഹാറ്റ് മെമ്പേഴ്സിനെയും ഒക്കെ നമ്മുടെ കൂമ അടിച്ച് തെറിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ലൂഫി എത്തിച്ചേർന്നത് ആമസോൺ ലില്ലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അതാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിന് വേറെ ഒരു എബിലിറ്റിയും കൂടിയുണ്ട്. അതായത് ഏതൊരു ക്യാരക്ടറിൻ്റെയും ബോഡി പെയിൻ ഇല്ലാതാക്കാൻ പറ്റുന്നൊരു എബിലിറ്റി. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കൂമ നമ്മുടെ ലൂഫിയുടെ ബോഡി പെയിൻ ഇല്ലാതാക്കി കളയുന്നത്. അതായത് ഏതൊരു ക്യാരക്ടറിൻ്റെയും ബോഡി പെയിൻ ഒരു വലിയൊരു പൗലായിട്ട് കണക്ട് ചെയ്യുകയും ആ ഒരു വേറൊരാളെ ഏറ്റെടുക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മുടെ ലൂഫിയുടെ ബോഡി പെയിൻ നമ്മുടെ സോറ ഏറ്റെടുത്തതുപോലെ. അതുപോലെ തന്നെ നമ്പർ 6 ആണ് തോഷിനോമി അഥവാ ഏജ് ഫ്രൂട്ട്. നമ്മുടെ വൺ പീസ് ആനിമേലെ ഒരു പാരമേഷ്യ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ് തോഷിനോമി എന്ന് പറയുന്നത്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡെവിൾ ഫ്രൂട്ടാണ്. കാരണം ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിന് ഏജ് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതായത് മറ്റുള്ളവരെ ബേബി ആക്കാനും അതുപോലെ തന്നെ ഓൾഡ് ആക്കാനും ഈവൻ സ്വയം രൂപം മാറാൻ കഴിയുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നത്. ബട്ട് ഏജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യുന്ന ആൾക്കാരുടെ ഫിസിക്കൽ ഏജ് മാത്രമേ നമ്മൾ ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിന് മാറ്റാൻ പറ്റത്തുള്ളൂ. മെമ്മറീസും അതുപോലെ തന്നെ ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ഒന്നും മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ബോണി ക്ലോസ് കോമ്പാക്റ്റിൽ ടച്ച് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ആവും. അതുപോലെ തന്നെ എനിമി ഓൾഡ് ആയാൽ വീക്ക് ആവും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ബേബി ആയാൽ ഹെൽപ്ലെസ് ആവും. ഇനി നമ്മുടെ ഫാൻ തിയറീസിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ലൂഫിയുടെ ഡെവിൾ ഫ്രൂട്ട് പോലെയാണ് നമ്മുടെ ബോണിയുടെ ഡെവിൾ ഫ്രൂട്ട് എന്നുള്ളത്. ബട്ട് എല്ലാ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മുടെ ബോണി വേഗപങ്കിൻ്റെ എക്സ്പെരിമെൻറ്റിലെ ഒരു പാർട്ടാണ്. കൂമയെ പോലെ അവൾ മോഡിഫൈ ആയിരിക്കും. അതായത് റബ്ബർ ഓർ എലാസ്റ്റിക്കിൽ ഒരു മോഡിഫൈ ആയിരിക്കും. ബട്ട് ടെക്നിക്കലി നോക്കിയാൽ അതൊരു മസിൽ ആൻഡ് ടിഷ്യൂ ഏജ് മോർഫ് ആയിരിക്കാം. ഒറിജിനലി റബ്ബർ ആയിരിക്കില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. അതുപോലെ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഡെവിൾ ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ നമ്പർ 5 ആണ് യാമിനോമി അഥവാ ഡാർക്ക് ഫ്രൂട്ട്. നമ്മുടെ വൺ പീസിലൊരു ലോഗിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ടാണ് യാമിനോമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൺ പീസിലെ ഡേവിഡ് ടീച്ച് അഥവാ ബ്ലാക്ക് ബീഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്ത ക്യാരക്ടറിന് ഡാർക്ക്നെസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയും ഡാർക്ക്നെസ്സിൽ എനിമീസിനെ ട്രാപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു എബിലിറ്റിയും ഈ ഒരു ഡെവിൾ ഫ്രൂട്ട് നൽകുന്നുണ്ട്. അതായത് എനിമീസ് ഡാർക്ക്നെസ്സിൽ ട്രാപ്പായി പോയാൽ ആ ഒരു എനിമീസിനെ ആ ഡാർക്ക്നെസ് ഒരു ബ്ലാക്ക് ഹോൾ പോലെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതാണ് ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്ന ഒരു ക്യാരക്ടറിന് ഒരു ഡേൾ ഫ്രൂട്ട് യൂസർ ആണെങ്കിൽ ആ ഒരു ഡേൾ ഫ്രൂട്ടിൻ്റെ പവർ ക്യാൻസലാക്കാൻ കഴിയുന്ന ഒരു എബിലിറ്റിയും ഒരു ഡേൾ ഫ്രൂട്ട് നൽകുന്നുണ്ട്. അതായത് നള്ളിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു എബിലിറ്റിയും ഒരു ഡേൾ ഫ്രൂട്ട് നൽകുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മുടെ മറൈൻ ഫോർഡ് വാറിൽ നമ്മുടെ വൈറ്റ് ബീഡും ബ്ലാക്ക് ബീഡും തമ്മിൽ ഫൈറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ വൈറ്റ് ബീഡ് നമ്മുടെ ബ്ലാക്ക് ബീഡിനെതിരെ അദ്ദേഹത്തിൻ്റെ ഗുരാഗുരാനോമി എന്ന് പറയുന്ന ഡേൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റി, അതായത് പവർ യൂസ് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് അത് നള്ളിഫൈ ആക്കുകയായിരുന്നു നമ്മുടെ ബ്ലാക്ക് ബീഡ് ചെയ്തത്. ആ ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡേൾ ഫ്രൂട്ട് നൽകുന്നത്. ഇനി നമുക്ക് നമ്പർ 4 ഏതാണെന്ന് നോക്കാം. നമ്പർ 4 ആണ് ഗുരാഗുരാനോമി അഥവാ ട്രമർ ഫ്രൂട്ട്. നമ്മുടെ വൺ പീസിലുള്ള ഒരു ലോഗിയ ടൈപ്പ് ഡേൾ ഫ്രൂട്ടാണ് ഗുരാഗുരാനോമി എന്ന് പറയുന്നത്. ഈ ഒരു ഡേൾ ഫ്രൂട്ട് ആദ്യം കൺസ്യൂം ചെയ്ത ക്യാരക്ടറാണ് വൈറ്റ് ബിയർഡ് പൈററ്റ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള വൈറ്റ് ബിയർഡ് എന്ന് പറയുന്ന ക്യാരക്ടർ. പിന്നീട് ബ്ലാക്ക് ബിയർഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഈ ഒരു ഡേൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഡേൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഡേൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടറിന് എർത്ത് ക്വേക്ക് അതുപോലെ തന്നെ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ വൈറ്റ് ബിയർഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഒരു ഡേൾ ഫ്രൂട്ട് അധികം ഒന്നും യൂസ് ചെയ്തതായിട്ട് കാണിച്ചിട്ടില്ല. തൻ്റെ ഹാക്കി ഉപയോഗിച്ച് അവൻ ഫൈറ്റ് ചെയ്യുന്നതായിട്ടായിരുന്നു കാണിച്ചിട്ടുള്ളത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിരുന്നു വൈറ്റ് ബിയർഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഒരു ഡേൾ ഫ്രൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഡേൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്ത ക്യാരക്ടറാണ് ബ്ലാക്ക് ബിയർഡ്. എല്ലാ വൺ പീസ് ഫാൻസിനെയും നെട്ടിച്ച ഒരു ക്യാരക്ടറായിരുന്നു ബ്ലാക്ക് ബിയർഡ്. കാരണം നമ്മുടെ മറൈൻ ഫോർഡ് വാറിൽ ആദ്യമായി 2 ഡേൾ ഫ്രൂട്ട് കഴിച്ചിട്ടും ജീവനോടെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്പർ 3 എന്താണെന്ന് നോക്കാം. നമ്പർ 3 ആണ് ഓപ്പേ നോമി അഥവാ OP ഫ്രൂട്ട്. നമ്മുടെ വൺ പീസിലെ ഒരു പാരമേഷ്യ ടൈപ്പ് ഡേൾ ഫ്രൂട്ടാണ് ഓപ്പേ നോമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡേൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത് നമ്മുടെ വൺ പീസിലെ ഹാർട്ട് പൈററ്റ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ത്രഫാർക്കർ ഡി വാട്ടർലോ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അതുപോലെ തന്നെ വൺ പീസിൽ തന്നെ ഏറ്റവും മിസ്റ്റീരിയസും അതുപോലെ തന്നെ വളരെയധികം ഡേഞ്ചറസുമാണ് ഈ ഒരു ഡേൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം ഈ ഒരു ഡേൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റിയാണ്. ഈ ഒരു ഡേൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്ത ക്യാരക്ടറിന് റൂം എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയും അതിനുള്ളിൽ വെച്ചിട്ട് സർജറി പോലുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ കഴിയും പറ്റും. അതുപോലെ തന്നെ റൂം എന്ന് പറയുന്ന സ്പേസിൽ വെച്ചിട്ട് എനിമീസിൻ്റെ സോൾസ് തമ്മിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുകയും എനിമീസിനെ കട്ട് ചെയ്ത് രൂപമാറ്റം വരുത്താൻ കഴിയുന്ന ഒരു എബിലിറ്റിയാണ് ഓപ്പേ നോമി എന്ന് പറയുന്ന ഡേൾ ഫ്രൂട്ടിനെ നൽകാൻ കഴിയുന്നത്. നമ്പർ 2 ആണ് ഉവോ നോമി മോഡൽ ഷിറിയു അഥവാ ഫിഷ് മോഡൽ അസുര ഡ്രാഗൺ. നമ്മുടെ വൺ പീസിൽ ഒരു മിത്തിക്കൽ സോൺ ടൈപ്പ് ഡേൾ ഫ്രൂട്ടാണ് ഉവോ നോമി. നമ്മുടെ വൺ പീസിൽ ഈ ഒരു ഡേൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത് നമ്മുടെ ബീസ്റ്റ് പൈററ്റ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള കൈദോ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പക്ഷേ നമ്മുടെ വേഗാപങ്ക് ഈ ഒരു ഡേൾ ഫ്രൂട്ടിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോപ്പി ഉണ്ടാക്കിയിരുന്നു. ആ ഒരു കോപ്പിയാണ് നമ്മുടെ കോസുക്കി മൊമോണോസ്കി എന്ന് പറയുന്ന ക്യാരക്ടർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡേൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഡേൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്ത ക്യാരക്ടറിന് നമ്മുടെ ജാപ്പനീസ് മിത്തിയോളജിയിലുള്ള ഒരു ബ്ലൂ കളർ അസുര ഡ്രാഗണായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് നൽകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എബിലിറ്റിയാണ് ഫയർ ബ്രീത്തിങ്, വിൻഡ് ബ്ലേഡ്സ്, അതുപോലെ തന്നെ ലൈറ്റ്നിങ്, ഫ്ലെയിം ക്ലൗഡ് വെച്ചിട്ടൊരു ഐലൻഡ് വരെ പൊക്കാൻ പറ്റുന്ന ഒരു എക്സ്ട്രീം ഡ്യൂരബിലിറ്റിയും ഈ ഒരു ഡേൾ ഫ്രൂട്ട് നൽകുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമ്പർ 1 ഏതാണെന്ന് നോക്കാം. നമ്പർ 1 ആണ് ഗമു നോമി അഥവാ ഗം ഫ്രൂട്ട്. നമ്മുടെ വൺ പീസിലെ ഒരു പാരമേഷ്യ ടൈപ്പ് ഡേൾ ഫ്രൂട്ടാണ് ഗമു നോമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡേൾ ഫ്രൂട്ടിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഹിറ്റോ നോമി മോഡൽ നീക്ക അഥവാ ഹ്യൂമൻ നോമി മോഡൽ നീക്ക. ആക്ച്വലി നമ്മുടെ വൺ പീസിലൊരു മിത്തിക്കൽ സോൺ ടൈപ്പ് ഡേൾ ഫ്രൂട്ടാണ് ഹിറ്റോ നോമി മോഡൽ നീക്ക എന്ന് പറയുന്നത്. വേൾഡ് ഗവൺമെൻറ് 800 വർഷമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഡേൾ ഫ്രൂട്ടാണ് ഹിറ്റോ നോമി മോഡൽ നീക്ക. അതുകൊണ്ടാണ് നമ്മുടെ വൺ പീസിലെ മോസ്റ്റ് വാണ്ടഡ് ഡേൾ ഫ്രൂട്ടിൻ്റെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഈ ഒരു ഡേൾ ഫ്രൂട്ട് ഇരിക്കുന്നത്. ഈ ഒരു ഡേൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫ്യൂച്ചർ കിങ് ഓഫ് ദ പൈററ്റ് ആകാൻ പോകുന്ന നമ്മുടെ സ്ട്രോ ഹാറ്റ് പൈററ്റ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മങ്കിയുടെ ലൂഫി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഇനി നമുക്ക് ഈ ഒരു ഡേൾ ഫ്രൂട്ടിൻ്റെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഡേൾ ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടറാണ് നമ്മുടെ വൺ പീസിലെ ലെജൻഡറി സൺ ഗോഡ് നീക്കയായി മാറുന്നത്. അതുപോലെ തന്നെ അവൻ്റെ ബോഡി ഫുള്ളി റബ്ബറാക്കി മാറ്റാം, അതായത് ഫുള്ളി സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഡേൾ ഫ്രൂട്ട് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡേൾ ഫ്രൂട്ട് യൂസ് ചെയ്തുകൊണ്ട് അവന് പല ഫോമിലായിട്ടും മാറാനായിട്ട് സാധിക്കും. എക്സാമ്പിളായിട്ട് നമ്മുടെ ലൂഫി യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡേൾ ഫ്രൂട്ട് അവേക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ബോഡി റബ്ബർ ആയതുപോലെ തന്നെ അവൻ നിൽക്കുന്ന സർഫസ് അടക്കം അവന് റബ്ബറാക്കി മാറ്റാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് ഈ ഒരു ഹിറ്റോ നോമി മോഡൽ നീക്ക എന്ന് പറയുന്ന ഡേൾ ഫ്രൂട്ട് നൽകുന്നത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്കറിയാം ഇതിൽ ഒരുപാട് ഡേൾ ഫ്രൂട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം. എക്സാമ്പിളായിട്ട് നമ്മുടെ എനിലിൻ്റെത് അതുപോലെ തന്നെ നമ്മുടെ ബിഗ് മോമിൻ്റെ ഡേൾ ഫ്രൂട്ടൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല.
ഡെവിൾ ഫ്രൂട്ടിൻ്റെ പാർട്ട് 2 വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാനും ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.